നമ്മൾ ജീവിതത്തിലെ കൊച്ചു കൊച്ചു നുണകളൊക്കെ പറയില്ലേ? അതായത് ആർക്കും ഒരു ദോഷമില്ലാത്ത നമ്മുടെ കുടുംബജീവിതം കൂടുതൽ ദൃഢമാക്കാനുള്ള ഒരു കൊച്ചു കൊച്ചു നുണകൾ. അങ്ങനെയുള്ള നുണകളൊന്നും പറഞ്ഞു എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ എന്ന് പറയും ഇങ്ങനെ കള്ളം പറയാറുണ്ടായിരുന്നു ഇല്ലേ എന്ന് ചോദിക്കും. ഉണ്ടായിരുന്നു, ഉറപ്പിച്ചങ്ങ് പറഞ്ഞേക്കാം, ഉണ്ടായിരുന്നു. ചില കാര്യങ്ങൾ നമ്മൾ കള്ളം പറയണം അല്ലേ? നമ്മുടെ കുടുംബജീവിതം നന്നായിട്ട് പോകണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കള്ളം പറയേണ്ടി വരും ഇല്ലേ? അപ്പം അങ്ങനെയുള്ള ചില കള്ളം പറച്ചിലുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമേ ചിലർ പറഞ്ഞിട്ടില്ലേ, നിന്നെ മിസ് ചെയ്യുകയെന്ന് പറയും. മിസ് യു എന്ന് പറയും. എവിടെയെങ്കിലും ജോലി സ്ഥലത്തൊക്കെ പോയിരുന്നിട്ട് നമ്മൾ ഫോൺ വിളിക്കുമ്പോഴായിരിക്കും പറയാം, ഓ നിന്റെ കാര്യം ഇപ്പോൾ ഓർത്തേ ഉള്ളൂ കേട്ടോ, നിന്നെ മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും എന്ന് നമ്മൾ സൂചിപ്പിച്ചു പറയും. അത് കേൾക്കാനൊരു സുഖമുണ്ടല്ലേ? അപ്പം അങ്ങനെയുള്ള ഒരു ചെറിയ കള്ളം പറച്ചിലൊക്കെ നല്ലതാ അല്ലേ? അപ്പം നമുക്കൊരു സുഖം കിട്ടും. പിന്നെ ചിലർ ടൗണിലൊക്കെ കറങ്ങി നടന്നിട്ട് താമസിച്ചു പോകും വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പെണ്ണുങ്ങളാണേലും ആണുങ്ങളാണേലും. അപ്പം എന്നെ താമസിച്ചെന്ന് ചോദിക്കുവാണെങ്കിൽ പറയും ബസ് കിട്ടിയില്ല എന്ന് പറയും. അപ്പം എന്നാ പറയും, ഒരു പാവം മടുത്താ വന്നത്, എന്നാൽ ഒരു ചായയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാം എന്നോർത്തോണ്ട് നമ്മളൊരു ചായയൊക്കെ ഉണ്ടാക്കി വെക്കും അല്ലേ? താമസിച്ച് വരുന്നതല്ലേ, ബസ്സൊന്നും കിട്ടാതെ വരുന്നതല്ലേ, അതുകൊണ്ട്. പിന്നെയുണ്ട്, എന്തെങ്കിലും സാധനമൊക്കെ നമ്മൾ മേടിക്കാൻ പറഞ്ഞു വിടുമ്പോൾ സാധനങ്ങൾ മേടിച്ചോണ്ട് വരില്ല. അപ്പോൾ പറയും അത് കടയിലില്ലായിരുന്നു കേട്ടോ, ഞാൻ നോക്കി 2 കടയിൽ കയറി നോക്കി, അത് കഴിയുമ്പോൾ ബസ് പോകുമെന്ന് ഓർത്തോ ഞാൻ പെട്ടെന്ന് പോകുന്നു എന്ന് പറയും. കടയിലും കയറി കാണില്ല, ആ പ്രദേശത്തോടെയും പോയി കാണില്ല, എങ്കിലും അങ്ങനെ പറയും. അതും കുഴപ്പമില്ല അല്ലേ? ഒരു പ്രശ്നം അവിടെ സോൾവ് ചെയ്തു പോയി അല്ലേ? അപ്പം ഞാനിത് മുൻകൂർ ജാമ്യം എടുത്തിട്ടാട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ വലിയ കാര്യങ്ങളൊന്നും നിങ്ങളിങ്ങനെ നുണയൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ എൻ്റെ പൊന്നു ചങ്ങാതിമാരെ. ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള സൂചിപ്പിക്കാനുള്ള നുണകളൊക്കെ പറഞ്ഞു എന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല. പിന്നെ പറയും നീ ഓക്കെ ആണോ എന്നിങ്ങനെ ചോദിക്കും അല്ലേ? അപ്പോൾ അത് വന്നത് നമ്മൾ പനിയൊക്കെ പിടിച്ചു കിടക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം എന്നിട്ട് എങ്ങനെയുണ്ട്, പനി കുറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഓക്കെ ആയി എന്നിങ്ങനെ പറയും. ഹസ്ബൻഡാണേലും പറയും ഓക്കെ ആയി, കുഴപ്പമില്ല എന്നിങ്ങനെ പറയും അല്ലേ? അതും ചിലപ്പോൾ അവർ ഓക്കെ ഒന്നും ആയി കാണില്ല, എങ്കിലും അവരങ്ങനെ പറയും, അതും കുഴപ്പമില്ലാത്ത കാര്യമാണ്. പിന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കുമ്പോൾ നമ്മൾ മിക്കവരും തന്നെ ഭാര്യ ഉണ്ടാക്കി വയ്ക്കണ ഭക്ഷണം നല്ലതാണെന്ന് പറയില്ല. ചിലർ പറയും നല്ലതായിരുന്നു കേട്ടോ, ഇന്നത്തെ ഫുഡ് നല്ല അടിപൊളിയാണ് കേട്ടോ എന്ന് പറയും. അങ്ങനെ പറയണം കേട്ടോ. നല്ല അത് അമ്മയാണേലും ഭാര്യയാണേലും പെങ്ങളാണേലും അച്ഛനാണേലും ആരുണ്ടാക്കി തന്നാലും നല്ലതാ എന്നിങ്ങനെ പറയാൻ ഒരു മനസ്സ് വെച്ചാൽ അത് നല്ലതല്ലേ അല്ലേ? ചീത്തയാണേലും നമ്മളൊന്ന് പറയണം. എല്ലാ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും നമ്മൾ പറയണം അടിപൊളിയാണ്, നല്ലതായിരുന്നു കേട്ടോ, കുഴപ്പമില്ല കേട്ടോ എന്നിങ്ങനെ പറയണം. ഞാനൊരു കുഞ്ഞു കഥ പറയാം ഇതിനെക്കുറിച്ച്. ഒരു ചൈനയിൽ നടന്ന സംഭവമാണ്, എന്നെ ഒന്നും പറഞ്ഞേക്കരുത് കേട്ടോ. ചൈനയിൽ നടന്ന സംഭവം. അപ്പം ഭർത്താവിന് എന്നും ഇങ്ങനെ ഭാര്യ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഭർത്താവ് അത് കഴിച്ചിട്ട് മിണ്ടാതെ എണീറ്റു. അങ്ങനെ കുറേ ദിവസമായി കഴിഞ്ഞപ്പോൾ ഭാര്യ എന്നെ ചെയ്തു, കുറേ പുല്ലരിഞ്ഞ് കൊണ്ട് മേശപ്പുറത്ത് ഒരു പ്ലേറ്റിനകത്ത് വെച്ചു. ഭർത്താവ് വന്ന് കഴിക്കാനിരിക്കുമ്പോൾ പുല്ല് വെച്ചേക്കുന്നു. അയാൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അയാൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് തന്നാലും നിങ്ങൾ മിണ്ടാറില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് പുല്ലരിഞ്ഞുകൊണ്ട് വെച്ചതെന്ന് പറഞ്ഞു. എന്തെങ്കിലും നിങ്ങൾ മറുപടി പറഞ്ഞാലല്ലേ എനിക്ക് അറിയാവുള്ളൂ, നിങ്ങൾ എന്തും കഴിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഭർത്താവ് ഭക്ഷണം ഉണ്ടാക്കുന്നത് നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത എന്ന് പറയാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അതേപോലെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ഭാര്യയോടൊരു നന്ദി പറയുക, എടി കൊള്ളായിരുന്നു കേട്ടോടി എന്നിങ്ങനെ പറയുക. പിന്നെ നമ്മൾ എപ്പോഴും അയലൊക്കത്തെ ചേച്ചി നല്ല ഫുഡാണ് ഉണ്ടാക്കി തന്നെ എന്നും പറയാണ്ടിരിക്കുക. ഒരു 5 പ്രാവശ്യത്തിൽ കൂടുതലൊന്നും ഒരു പെണ്ണുങ്ങൾക്കും കേൾക്കണ ഇഷ്ടമല്ല കേട്ടോ. അതും കൂടെ പറഞ്ഞാൽ അത് പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം അതങ്ങനെയാണ്. അയലോക്കത്തുള്ള സ്ത്രീകളെ അല്ലെങ്കിൽ സ്വന്തം അമ്മേനെ പോലും പൊക്കി പറയുന്നത് പെണ്ണുങ്ങൾക്ക് അത്ര പിടുത്തമെന്നുള്ള കാര്യമൊന്നുമില്ല. അവർക്ക് അവരെ തന്നെ പൊക്കി പറയണതാണ് ഇഷ്ടം. എത്രയാണെങ്കിലും അങ്ങനെ എൻ്റെ ഭാര്യ അങ്ങനെ, എൻ്റെ ഭാര്യ ഇങ്ങനെയാണെന്ന് പറയണ കേൾക്കാനാണ് ഏത് പെണ്ണുങ്ങൾക്കും ആഗ്രഹം. അപ്പം അങ്ങനെ ചെയ്യുക. പിന്നെയുള്ള നീ സുന്ദരിയാട്ടോ എന്ന് പറയണത് തട്ടിപൊളിയാണ്. അത് ഏറ്റവും പെണ്ണുങ്ങൾക്ക് കേട്ടോ. നിന്നെ കാണാൻ നല്ല രസമുണ്ട്, നീ നല്ല സുന്ദരി കുട്ടിയാടി എന്നൊക്കെ പറയണം. ഈ ഡ്രസ്സ് നിനക്ക് നന്നായിട്ട് ചേരും, ഈ കളറ് നന്നായിട്ട് ചേരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ അതിനകത്ത് വീണു പോകും. അപ്പം ചില പെണ്ണുങ്ങൾ തിരിച്ചും അങ്ങോട്ട് പറയും, ചേട്ടൻ്റെ ഈ പാൻറ് ഷർട്ട് നല്ല അടിപൊളിയാട്ടോ, ഈ ഡ്രസ്സ് ചേട്ടന് ചേരും കേട്ടോ, ഈ ടീഷർട്ട് ചേട്ടന് നല്ല അടിപൊളിയാട്ടോ എന്നൊക്കെ പറയുന്ന പെണ്ണുങ്ങളും ഉണ്ട്. ഇല്ലേലും ഉണ്ടേലും ഇങ്ങനെ അങ്ങ് പറഞ്ഞേക്കുക. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാകും, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാകും. അതല്ലാണ്ട് ഇതെങ്ങും കൊള്ളില്ലാട്ടോടി എന്ന് പറയരുത്. അപ്പം അവർക്കൊരു വിഷമാവും ഇല്ലേ? അപ്പം പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഏതെങ്കിലും അസുഖങ്ങൾ പിടിച്ചെടുക്കുന്ന ഭർത്താക്കന്മാർ അവർ ചോദിക്കും, തീർച്ചയായിട്ടും ചോദിക്കും. ഒരു ഭാര്യയൊക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ ഭർത്താവ് ഒരു അസുഖം പിടിച്ചെടുക്കുകയാണെങ്കിൽ അവർ ചോദിക്കും, എന്നെ ഇപ്പോൾ കാണാനൊന്നും കൊള്ളില്ല അല്ലേ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പറയണം, നിനക്ക് ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ളത് നിനക്കാന്ന് പറയണം. അത് ഇത് തമാശയായിട്ട് നുണ പറയാൻ പറഞ്ഞല്ല, ഒറിജിനലായിട്ടും അവരുടെ മനസ്സിൻ്റെ ഏറ്റവും അവർ
കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവർ ഭയങ്കര സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ മനസ്സ് അവരോട് ചേർത്ത് നിർത്തിയിട്ട് അവർ നല്ലതാണെന്ന് പറയണത് നല്ലൊരു കാര്യം. അവരുടെ മനസ്സിന് ഒത്തിരി ആശ്വാസം തരുന്നതാണ്. അവരുടെ മനസ്സിൽ ഒത്തിരി അസുഖങ്ങൾ വരെ കുറയാനത് സഹായിക്കും കേട്ടോ. അപ്പം അതങ്ങനെ നല്ല കാര്യമായിട്ട് പറയണം, നല്ലതാണ്. പിന്നെ വലിയ വലിയ കാര്യങ്ങളൊന്നും നുണ പറയാണ്ടിരിക്കുക കേട്ടോ. ഇത് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു ലുട്ടിലൊടുക്ക് നുണകളാണ് നമ്മളീ പറയണത്. ഇത് ആർക്കും വേണേലും പറയാം, ആർക്കും ദോഷമുള്ള കാര്യമൊന്നുമില്ല. ദോഷം ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളും നമ്മൾ നുണ പറയാതിരിക്കുക. കുടുംബത്തിലെല്ലാം തുറന്ന് സംസാരിക്കണം. പിന്നെ നമുക്കൊരു ഗിഫ്റ്റ് ഭർത്താവോ ഭാര്യയോ തരുവാണെങ്കിൽ അതിനെ സന്തോഷം, താങ്ക് യു, ഇത് എന്നാടി നല്ല അടിപൊളിയാന്ന് പറഞ്ഞാൽ അത് വിലയൊന്നും നോക്കണ്ട. വില കൂടിയതാകാം വില കുറഞ്ഞതാകാം, ഏതാണെങ്കിലും അതിന് വിലയൊന്നും നോക്കണ്ട. നമുക്ക് അതിനെ ആ ഗിഫ്റ്റിനെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കുക. അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ചില ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് നൈറ്റിയോ അല്ലെങ്കിൽ സാരിയോ ഒക്കെ മേടിച്ചോ, എനിക്ക് ഈ കളർ ഇഷ്ടമല്ലായിരുന്നു, ഈ കളർ എനിക്ക് പണ്ടേ ഇഷ്ടമല്ലാത്ത ചേട്ടൻ അറിയാൻ മേലെന്ന് അങ്ങനെയൊന്നും പറയരുത്. കൊണ്ടുവന്നതിന് സന്തോഷത്തോടെ സ്വീകരിക്കുക. എന്നിട്ട് നിങ്ങളത് ഉടുക്കാതിരിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എന്ത് കിട്ടിയാലും അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുക. അല്ലാണ്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നൊന്നും പറയരുത്. ഇനി ഞാനൊരു കഥ പറയാം. ഒരു ഭാര്യ ഭർത്താവിൻ്റെ ബർത്ത്ഡേയിൽ അന്നൊരു പടം വരച്ച, പുള്ളിക്കാരിക്ക് ശരിക്കൊന്നും പടം വരയ്ക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ കുത്തി വരച്ച പോലെ ഒരു പടം, ഒരു മരത്തേൽ 2 കിളികൾ ഇരിക്കണമായിട്ടാണ് വരച്ചു വെച്ചത്. എന്നിട്ട് ഇത് ഭർത്താവിൻ്റെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടി അവർ കളറൊക്കെ ചെയ്ത് അവർ ഒരുമാതിരി അവർക്കറിയാവുന്ന രീതിയിൽ അത് വരച്ച് ഭർത്താവിൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തേ. അപ്പം ഭർത്താവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് രാവിലെ ഇവർ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പം ഭർത്താവ് പറഞ്ഞു, ഇതെന്താ ഇത് ഈ കൊണ്ടുവന്നേക്കുന്നത്, ഇതിനെ കുത്തി വരച്ചു കൊണ്ടുവന്നേക്കുന്നത്, ഇത് എന്നതാടി ഇതെന്ന് ചോദിച്ചുകൊണ്ട് പുള്ളി ഒരൊറ്റ ഒച്ചെടുക്കും രാവിലെ. അപ്പം ഭാര്യയ്ക്ക് ഭയങ്കര വിഷമം, അവർ മിണ്ടാണ്ട് അങ്ങ് മാറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അയ്യോ നിങ്ങളുടെ ബർത്ത്ഡേ ആയിരുന്നു എന്ന്, ഞാൻ തന്നെ വരച്ചതാണ്, ഞാനും നമ്മൾ രണ്ടുപേരും കൂടെ ഇരിക്കണ 2 പക്ഷികളുടെ രൂപത്തിലായിരുന്നു ഞാൻ വരച്ചോണ്ട് തന്നേന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നാൽ നിനക്ക് പറയണ്ടായിരുന്നു. അങ്ങനെയാണോ, ഗിഫ്റ്റ് പറഞ്ഞിട്ടാണോ നമ്മൾ കൊടുക്കണം സാധാരണ അല്ലേ? പക്ഷേ അയാൾ അങ്ങനെ ചോദിച്ചു. അപ്പം പിന്നീട് ആ ഭാര്യ സങ്കടമൊക്കെ മാറി അവർ സന്തോഷത്തോടെ ഇരുന്നേ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ എന്ത് കിട്ടിയാലും അത് ഒരു പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല, എങ്കിലും നമ്മൾ അടിപൊളിയാ നല്ലതാട്ടോ എന്നൊക്കെ ഒന്ന് പറയാനൊരു ശ്രമം നടത്തുക. അതും ഒരു കൊച്ചു കള്ളമാണ്, പക്ഷേ അത് കുടുംബജീവിതത്തിൽ അതുകൊണ്ടല്ലോ എന്തൊരു എഫക്റ്റ് ചെയ്യുമെന്നറിയാവോ. അപ്പം ഇങ്ങനെ കൊച്ചു കൊച്ചു കള്ളങ്ങൾ, ഇനി പറയാനാണെങ്കിൽ ഒത്തിരി കള്ളങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, ചെറുതും വലുതുമായ. എന്നെ തന്നെ ഉദാഹരണമായിട്ട് ഞാൻ ഇതിനകത്ത് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ആരും എന്നെ ഒന്നും പൊങ്കാലിടാൻ വരണ്ട കേട്ടോ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളുണ്ട്. ഇങ്ങനത്തെ ഒത്തിരി നുണകൾ നമ്മൾ സാധാരണ ജീവിതത്തിൽ പറയൂലേ, അതൊന്നും കുഴപ്പമില്ല. അങ്ങനെയുള്ള നുണകൾ നമ്മുടെ പാർട്ട്ണർക്ക് സന്തോഷം വരുന്നതാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ നുണകളൊക്കെ പറയാം. നമ്മൾ വിഷമിക്കുമെന്നൊന്നും പറയുന്നില്ലല്ലോ, സന്തോഷമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ പറയുന്നുള്ളൂ. അതേപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്താ പറയണേ, എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുക, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണേലും മതി, ഒക്കെ മേടിച്ചു കൊടുക്കുക. പിന്നെ വലിയ ആഡംബരത്തിന് പോകാതിരിക്കുക. അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുത്ത് ഒരു മൂക്കുത്തി, കല്ലിൻ്റെ മൂക്കുത്തി കൊടുത്തിട്ട് പറഞ്ഞു, ഡയമണ്ടിൻ്റെ മൂക്കുത്തി അടിന്നാടി, എനിക്ക് നിൻ്റെ ഡയമണ്ട് പോലെ നീ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പൊക്കി അടിച്ചു കേട്ടോ. പക്ഷേ ചുമ്മാ ഒരു കല്ലിൻ്റെ കൊടുത്തപ്പോഴും പുള്ളിക്കാരി കൊള്ളാമല്ലോ എന്ന്. കുറച്ച് കഴിയുമ്പോൾ പുള്ളിക്കാർക്ക് മനസ്സിലായി. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, നമ്മളീ പറയുന്ന നുണകളെല്ലാം ഭർത്താക്കന്മാർക്കും മനസ്സിലാകും, ഭർത്താക്കന്മാർ പറയണ നുണകൾ ഭാര്യമാർക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അവർക്കറിയാമല്ലോ അവർ ഒറിജിനൽ എന്നാന്ന്. എങ്കിലും അപ്പോഴത്തെ ഒരു സുഖത്തിനും ആ സന്തോഷത്തിനും ഇത് നല്ലൊരു മരുന്നാണ് കേട്ടോ. പിന്നെ നമ്മൾ പറ്റിക്കുന്ന ഒരാളാണ് കൂട്ടുകാരന്മാരെ. നമ്മൾ പറയും എൻ്റെ കരളാട്ടോ, എൻ്റെ ചങ്കാവൻ എന്നൊക്കെ നമ്മൾ പറയും. ഞങ്ങൾ 2 ശരീരമാണെങ്കിലും ഒരു ഹൃദയം ഞങ്ങൾക്ക് എന്നൊക്കെ പറയും. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ 93% കാര്യങ്ങളും നമ്മൾ അവനോട് പറഞ്ഞിരിക്കും. പക്ഷെ ബാക്കിയുള്ള 7% കാര്യം നമ്മൾ പറയുമോ? ഇല്ല, നമ്മൾ ഒളിച്ചു വെച്ചേക്കും. അത്രയും കാര്യം നമ്മൾ സേഫാക്കി വെക്കും. ബാക്കി കാര്യങ്ങളെല്ലാം അത് കാരണം നമുക്ക് ആരോടും പറയാൻ പറയാത്ത കാര്യങ്ങളായിരിക്കും. അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു. എന്നിട്ട് അവനോട് പറയും, നീ എൻ്റെ രഹസ്യങ്ങളെല്ലാം അറിയാവുന്ന അവനാണ്, ഞാൻ അവനോട് പറയാത്ത ഒരു കാര്യം എൻ്റെ ജീവിതത്തിലില്ല എന്നൊക്കെ നമ്മൾ തട്ടിവിടുകയും ചെയ്യും. അപ്പം നമ്മൾ ഓർക്കുക, നമ്മൾ കുറച്ച് ഭാഗം നമ്മൾ ഒളിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ നുണയുടെ കഥകൾ കേട്ടോ. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കി. എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. വലിയ നുണയൊന്നും ആരോടും പറഞ്ഞേക്കരുത് കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞാന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ.